കേരളത്തിലെ 14 ജില്ലകളിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് നിർണായകമായ സംഭാവനകൾ ചെയ്ത ഒരു ജില്ലയാണ് കാസർഗോഡ്. നമുക്കറിയാം, മഞ്ചേശ്വരം സുരേന്ദ്രൻ ഇത്തവണ MLA ആകുമെന്ന് പല പ്രഡിക്ഷനും പുറത്തു വന്നതാണ്. പക്ഷേ അവിടെ സ്തുത്യർഹമായ വിജയമാണ് ശ്രീ AK അഷ്റഫ് കരസ്ഥമാക്കിയത്. മാത്രമല്ല, മുമ്പ് ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ കാസർഗോഡ് UDFൻ്റെ ജില്ലാ ചെയർമാൻ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ കല്ലട്ര മായി ഹാജി 23,000-ലധികം വോട്ടുകൾക്കാണ് ജയിച്ചത്. അവിടെയും പ്രധാനമന്ത്രിയുടെയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും സ്വന്തം ആളാണ് മത്സരിച്ചത്. ഈ രണ്ട് സ്ഥലത്തും അതിശക്തമായ ഭീഷണിയാണ് BJP ഉയർത്തിയത്. ഈ രണ്ടും BJP മണ്ഡലങ്ങളാണ്. രണ്ടാം സ്ഥാനത്ത് BJP ആണ്. സ്വാഭാവികമായി മംഗലാപുരത്തിനിപ്പുറത്തോട്ട് BJPയെ കടത്തില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്ത രണ്ട് മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും കാസർഗോഡും. അതുപോലെ തന്നെ 40 കുഞ്ഞിക്കണ്ണന് ശേഷം 91 ശേഷം ആദ്യമായിട്ടാണ് ഉദുമ ഒരു കോൺഗ്രസ് MLA ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുൻ KPC പ്രസിഡന്റുമായ K സുധാകരൻ കണ്ണൂരിൽ നിന്ന് വന്ന് മത്സരിച്ചിട്ട് ജയിക്കാത്ത ഒരു മണ്ഡലമായ ഉദുമ മണ്ഡലത്തിൽ നമുക്കറിയാം ഇത്തവണ സ്തുത്യർഹമായ വിജയമാണ് ശ്രീ നീലകണ്ഠൻ കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ മണ്ഡലം എത്രയോ കൊല്ലക്കാലത്തിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന കയ്യൂരും കരുവള്ളൂരും കാവുമ്പായും മുനയംകുന്നും അതുപോലെ തന്നെ പീലിക്കോടും ഒക്കെ ഉൾപ്പെടുന്ന ചീമേനി അടക്കം ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് ശ്രീ സന്ദീപ് വാര്യർ MLA ആയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാസർഗോഡ് MP എന്ന നിലയ്ക്ക് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചാണ് ഇത്തവണ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ 4 MLA-മാരെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന്, പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് 5 MLA-മാരുമായിട്ട് ഞാൻ പോകുന്നത്. കാരണം പയ്യന്നൂർ MLA-യും ഇത്തവണ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ ശ്രീ കുഞ്ഞികൃഷ്ണൻ അവിടെ വിജയിച്ചു. 4 MLA-മാരാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തോടും കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ശ്രീ KPCC നേതൃത്വത്തോടും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരോടും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് കാസർഗോഡിനെ ഒരിക്കലും കൈയൊഴിയാൻ പാടില്ല. ഇത്ര കണ്ട് സ്തുത്യർഹമായ വിജയം കരസ്ഥമാക്കിയ ഒരു കാലഘട്ടവും കാസർഗോഡ് ഉണ്ടായിട്ടില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് കാസർഗോഡിനെ പരിഗണിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും കാസർഗോഡിനെ പരിഗണിക്കാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലും നിയുക്ത മുഖ്യമന്ത്രിയും KPCC നേതൃത്വവും ലീഗിൻ്റെ നേതൃത്വമായി കൂടി ആലോചിച്ച് നിങ്ങൾ ഈ രണ്ട് കക്ഷികളിൽ കോൺഗ്രസിലെയോ ലീഗിലെയോ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരാളെ കാസർഗോഡിൻ്റെ നിന്നുള്ള മന്ത്രിയാക്കി മാറ്റി ഈ ജില്ലയ്ക്ക് ഇത്തവണത്തെ ക്യാബിനറ്റിൽ ഒരു സ്ഥാനം നൽകാൻ വിനയപൂർവ്വം കാസർഗോഡിൻ്റെ MP-ആയ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഈ ജില്ലയോടുള്ള ഒരു അവഹേളനമായിട്ട് നമുക്ക് വോട്ട് ചെയ്ത ആളുകൾ കാണും. അത് ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യും. ആ ഭാവിയിൽ ദോഷമുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ UDF നേതൃത്വം ഒറ്റക്കെട്ടായി അവസരത്തിനൊത്ത് ഉയർന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ഈ കാസർഗോഡിലെ നിങ്ങൾക്കിഷ്ടമുള്ള ആരെയെങ്കിലും ഒരാളെ മന്ത്രിയാക്കി ഈ ജില്ലയുടെ പ്രവർത്തകരുടെ വികാരം പ്രതീക്ഷയും അത് ഉയർത്തിപ്പിടിക്കാൻ UDF നേതൃത്വം തയ്യാറാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സ്വാഭാവികമായും ഇത് അത്തരത്തിലൊരു പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു അവഗണന എന്ന നിലയിൽ അത് വിലയിരുത്തപ്പെടാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. കാരണം കാസർഗോട്ടെ ജനങ്ങൾ UDFന് ഇത്ര സ്തുത്യർഹമായ ഒരു വിജയം ഉണ്ടാക്കി കൊടുത്തിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരാകേന്ദ്രമായ കാസർഗോഡ് ജില്ലയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ AK ഗോപാലൻ വെല്ലുവിളിച്ച ഒരു ജില്ലയിൽ ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു MLA ഇല്ല എന്നുള്ളത് വളരെ
അത്ഭുതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തവണ കാസർഗോഡിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു അവഗണനയായി തന്നെ നമ്മുടെ വോട്ടർമാർ കാണുമെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷം ആർക്കും വേണ്ട. തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡിനെ അവഗണിക്കരുത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡിന് ഒരു അക്കോമഡേഷൻ ഈ ക്യാബിനറ്റിൽ കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് UDF നേതൃത്വത്തിന്, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആ ഒരു പേര് ഞാൻ പറയുന്നില്ല, അവർ കൂട്ടായിട്ട് ആലോചിച്ച് ലീഗിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരു അക്കോമഡേഷൻ കോൺഗ്രസിന് കൊടുക്കണമെന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ്. അതവർ ചെയ്യും എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വൈകിയ വേളയിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ലീഗിനാണ് കുറച്ചുകൂടി സാധ്യത കൊടുക്കാൻ എന്ന് ഇപ്പോൾ ചർച്ചകൾ അങ്ങനെയാണ് കാണുന്നത് അല്ലേ? അല്ല, അതെനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഞാനിപ്പോൾ കാസർഗോട്ടാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ എനിക്കാവില്ല.